ചാനലിലൊക്കെ ഒന്ന് കൊടുക്കണം. ഇതാണ് ട്രെൻഡ് അല്ലേ? ഇതാണ് കേരളത്തിൻ്റെ ട്രെൻഡ് എന്ന് മാധ്യമങ്ങളിലിരുന്ന് മറ്റ് അവരുടെ സംവിധാനങ്ങളിലിരുന്ന് കോൺഗ്രസ് ഇതാ തകർന്നേ, കോൺഗ്രസ് ഇതാ ഇല്ലാതായി, ഇതാ UDF ഇല്ലാതായി എന്ന് എല്ലാ ദിവസവും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ഇതൊരു മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ വിഷ്വൽ കൊടുക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ യോഗത്തിൻ്റെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ, ഇടവണ്ണ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട വി ഹൈദ്രു, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട EA കരീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നേതാവ് ശ്രീ ബെന്നി ബെഹനാൻ MP, ഇവിടെ സന്നിഹിതനായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ PK ബഷീർ MLA, ശ്രീ റിയാസ് മുക്കോളി, ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ റിയാസ് മുക്കോളി ഉൾപ്പെടെയുള്ള വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ, പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകർ, ഈ എടവണ്ണ ടൗണിലെ പ്രിയപ്പെട്ട നാട്ടുകാർ, ഏവർക്കും സാദര നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവർത്തിച്ച് ഉറപ്പിച്ച് ബോധ്യപ്പെടുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഗതിവിഗതികൾ പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കാലത്ത് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ആ നല്ല നാളുകളെയൊക്കെ പകഞ്ഞു മാറ്റിക്കൊണ്ട് എന്തിനേയും ഏതിനേയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുകയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടശക്തികൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന, സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്ത് അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യൻ പൗരനും ഇന്ന് ആഗ്രഹിക്കുകയാണ്, മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്, ഒരിക്കലെങ്കിലും വളരെ വൈകാതെ ആ നല്ല നാളുകളിലേക്കൊന്ന് തിരിച്ചു പോകണം, വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുന്ന ഒരു നല്ല കാലം വരണമേ എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കണ്ടു അല്ലേ, ഈ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താ? കാശ്മീരിലെ പഹൽഗാമിലേക്ക് പാകിസ്ഥാന്റെ തീവ്രവാദികൾ കടന്നു വന്ന് നിഷ്കരുണം നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ വെടിവെച്ചു കൊന്നപ്പോ ഈ രാജ്യത്തെ 140 കോടി ജനതയും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന്റെ ഒപ്പം നിന്നു. നമ്മുടെ സർക്കാരിനോട് പറഞ്ഞു, സൈന്യത്തോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരുടെ ജീവന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മുഴുവൻ ഇന്ത്യൻ പൗരന്മാരും സൈന്യത്തോടൊപ്പം രാജ്യത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സർക്കാരിന് നൽകിയത് ബ്ലാങ്ക് ചെക്കാണ്. നിങ്ങൾ എന്ത് നടപടിയെടുത്താലും, ഏത് നടപടിയെടുത്താലും ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നിങ്ങളുടെ നടപടിക്കൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെന്ന് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം, നമ്മുടെ സൈന്യം ലോകത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സൈന്യങ്ങളിൽ ഒന്നാണ്. ഏറ്റവും ശക്തമായി തീവ്രവാദ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തി ശീലമുള്ള, ശേഷിയുള്ള, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. നമ്മുടെ സൈനികർ, ധീരരായിട്ടുള്ള സൈനികർ, നമ്മുടെ കരസേന, നമ്മുടെ നാവികസേന, നമ്മുടെ വ്യോമസേന അതിശക്തമായ തിരിച്ചടി തീവ്രവാദികൾക്ക് നൽകി. നമുക്കതിൽ അഭിമാനമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ അതിർത്തിയിൽ പോരാടുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദി സർക്കാർ പൊടുന്നനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ്. ഒരു നിമിഷം മുൻപ് യുദ്ധം നിർത്തണം, യുദ്ധം ഉണ്ടാകരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സംശയമൊന്നുമില്ല, തർക്കമില്ല. വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല, തർക്കമില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രശ്നം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിച്ച പ്രയാസം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിച്ച
ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള വെടിനിർത്തൽ ഈ രാജ്യത്തിന്റെ സർക്കാർ എടുത്ത സ്വതന്ത്രമായിട്ടുള്ള തീരുമാനമാണോ? നമ്മുടെ സൈന്യത്തിന് ആവശ്യത്തിന് തിരിച്ചടി കൊടുക്കാനുള്ള സമയവും ദൈർഘ്യവും നിങ്ങൾ നൽകിയോ? അതോ നിങ്ങൾ പ്രഖ്യാപിച്ച വെടിനിർത്തൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ എന്ന ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചോദിച്ചത്. ഇത് ചോദിക്കണ്ടേ? ആരാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്? മോദിയാ? ആരാ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്? നരേന്ദ്രമോദി അല്ലല്ലോ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാ പ്രഖ്യാപിച്ചത്. നോക്കൂ, എന്തൊരു നാണക്കേടാണിത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം ഇതാണോ? അമേരിക്കയുടെ പ്രസിഡന്റ് തിട്ടൂരം കാണിക്കുമ്പോ, തിട്ടൂരം പറയുമ്പോ അതിനു മുന്നിൽ മുട്ടുമടക്കി പഞ്ചമുച്ചമടക്കി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനമെങ്കിൽ ആ തീരുമാനത്തെ എങ്ങനെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ സൈന്യത്തിന് പിന്തുണ കൊടുക്കുന്ന, ഈ രാജ്യത്തെ ദേശസ്നേഹികളായിട്ടുള്ള പൗരന്മാർക്ക് എങ്ങനെയാ അംഗീകരിക്കാൻ കഴിയുക? BJP-ക്കാർ പറയുന്നത് കേട്ടാൽ, എന്റെ പഴയ പാർട്ടിക്കാർ പറയുന്നത് കേട്ടാൽ, ഈ രാജ്യത്തെ മുഴുവൻ ദേശസ്നേഹത്തിന്റെയും കുത്തവകാശമുള്ളത് BJP-ക്കാർക്ക് മാത്രമാണ്. മറ്റാരും ദേശസ്നേഹികളല്ല. എല്ലാ ദിവസവും രാവിലെ ആയി കഴിഞ്ഞാൽ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് രാജ്യദ്രോഹി സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തേ നിങ്ങൾ ഈ വെടിനിർത്തൽ ട്രംപ് പറഞ്ഞപ്പോ ചെയ്തു? ട്രംപ് പറയുന്നു, ഞാനാണ് ഇടപെട്ടത്, ഞാൻ പറഞ്ഞിട്ടാണ് വെടിനിർത്തിയത്. ഇതിലും വലിയൊരു അപമാനം നമ്മുടെ നാടിന് നേരിടാനുണ്ടോ? ഈ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? 1971 കിഴക്കൻ പാകിസ്ഥാനിൽ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോ അങ്ങോട്ട് ഇന്ത്യൻ സൈന്യം പോയി. പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായി. 93,000 പാകിസ്ഥാൻ ഭടന്മാരെ ഇന്ത്യൻ സൈന്യം കീഴടക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുൻപിൽ ആദ്യമായി തോക്ക് താഴെ വെച്ച് കീഴടങ്ങുന്നത് 1971 ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ സൈന്യം സമ്പൂർണമായി കീഴടങ്ങി. ആ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് നിക്സൺ ഒരു ഭീഷണി അയക്കുന്നുണ്ട് ഇന്ത്യക്ക്. എന്താ ഭീഷണി? ഇന്ത്യയോട് പറയുകയാണ്, പാകിസ്ഥാനെതിരായിട്ടുള്ള നിങ്ങളുടെ നീക്കം നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഇതാ ഞങ്ങൾ 7ാം കപ്പൽപ്പടയെ അയക്കുന്നു. ലോകം മുഴുവൻ ഭീതിയോടെ കാണുന്ന അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഞാനിതാ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുന്നു. നിങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള നടപടി പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള പോരാട്ടം അമേരിക്ക നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നിക്സൺ ഇന്ത്യക്ക് കത്തയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമേരിക്കയുടെ കത്ത് വന്നപ്പോ, അമേരിക്കയുടെ ഭീഷണി വന്നപ്പോ 1971 നമ്മുടെ ഭരണകൂടം ഭയന്ന് പിന്മാറിയോ? ഇന്ന് നരേന്ദ്രമോദി ഭയന്നതുപോലെ 1971 ഇന്ത്യയുടെ ഭരണകൂടം പിന്മാറിയോ? ഇല്ല. പകരം എന്താ ഉണ്ടായത്? അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനോട് ഇന്ത്യ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇങ്ങോട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നാൽ അതിനെ നേരിടാൻ തയ്യാറായി എന്റെ നാവികസേന ഉണ്ടാകും എന്ന് മറുപടി കൊടുത്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. അത് മറക്കരുത്. എവിടെ പോയടോ 56 ഇഞ്ച് നെഞ്ചളവ്? അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോ കാൽമുട്ട് വിറച്ചുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമോ? നമ്മുടെ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ കെടുത്തുന്ന നടപടി സ്വീകരിക്കുമോ? അതാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തത്. വിദേശകാര്യമന്ത്രി വന്ന് ചാനലിൽ പറയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ്, ഇന്ത്യൻ സൈന്യം ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തു. ഇതാ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ഭീകര കേന്ദ്രങ്ങളാണ്, സൈനിക കേന്ദ്രങ്ങളല്ല എന്ന മുന്നറിയിപ്പ് കൊടുത്തു. രാഹുൽ ഗാന്ധി ചോദിച്ചു, ഇത് എന്ത് തോന്നിവാസമാണ്? അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാൻ പാടുണ്ടോ? ലോകത്ത് തലയിൽ ആൾ താമസമുള്ള ഏതെങ്കിലും ഒരു രാജ്യം അതുപോലത്തെ പരിപാടി ചെയ്യോ? ശത്രു രാജ്യത്തിന് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്ന സമയവും സ്ഥലവും മുന്നറിയിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിനെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യല്ലേ? നമ്മുടെ സൈന്യത്തെ, യുദ്ധമുഖത്തുള്ള നമ്മുടെ സൈന്യത്തെ പുറകിൽ നിന്ന് കുത്തുന്നതിന് തുല്യല്ലേ? ആ പണിയാ മോദി സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ചോദിക്കേണ്ടി വന്നത്. ഈ സർക്കാർ മറുപടി പറയണം, കേന്ദ്ര സർക്കാർ മറുപടി പറയണം, BJP മറുപടി പറയണം. നിങ്ങൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ സൈന്യം ആക്രമിക്കുന്ന സമയവും സ്ഥലവും നിങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലും വലിയ രാജ്യദ്രോഹം മറ്റൊന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ മുഴുവൻ ഇപ്പോ
രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തുകയാണ്. ചോദ്യം ചോദിക്കാൻ പാടില്ല. മോദി സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് വീഴ്ച സംബന്ധിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ല. അവരുടെ തെറ്റായ നയങ്ങൾ സംബന്ധിച്ച് ചോദിക്കാൻ പാടില്ല. ഇതേ കാര്യമല്ലേ ഇവിടെ പിണറായി ചെയ്യുന്നത്? ഇതേ കാര്യമല്ലേ ഇപ്പൊ പിണറായി ചെയ്യുന്നത്? ആലോചിച്ച് നോക്ക്. അമ്മായിയപ്പനും മരുമോനും കൂടി മത്സരിച്ച് ഫ്ലക്സ് ബോർഡ് വെക്കുകയായിരുന്നു. എന്തായിരുന്നു? ആ നാഷണൽ ഹൈവേ മുഴുവൻ അമ്മായിയപ്പനും മരുമോനും കൂടി ഉണ്ടാക്കിയതെന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെ അംഗമാണ് നമ്മൾ കണ്ടിരുന്നത്? റിയാസ് രാവിലെ ആയി കഴിഞ്ഞാൽ ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഇട്ട് ദേശീയപാതയിലൂടെ നടക്കുക, എന്നിട്ട് പറയാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഈ പുരോഗതി സംബന്ധിച്ച് യോഗം നടത്തുന്നു, എല്ലാ ദിവസവും ഇത് സംബന്ധിച്ച് പിണറായി വിജയൻ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ ദേശീയപാതയുടെ നിർമ്മാണം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം കൂടി പങ്കുവയ്ക്കുന്നു, അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായിക്കാണ്, ക്രെഡിറ്റ് വേണ്ട, പുഞ്ചിരി മതി എന്നാണ് പറഞ്ഞു കിടന്നിരുന്നത്. അപ്പുറത്തെ BJP-കാരെന്താ പറഞ്ഞത്? ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്, അല്ലേ? മോദിയുടെ ഗ്യാരണ്ടി. ഇതിപ്പോ എന്താ ഉണ്ടായത്? 30,000-40,000 കോടി ചെലവാക്കി എന്ന് പറയുന്ന മോദിയുടെ ഗ്യാരണ്ടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് കിടക്കുന്നുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ ഇന്ന് പറയാണ് ഞങ്ങൾക്കതിൽ റോളില്ല, മുഴുവൻ ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരാണ്. ഇത്രയും ദിവസം ചങ്ങായി പറഞ്ഞിരുന്നത് ഇത് മുഴുവൻ എന്റെ പരിപാടിയെന്ന, നാട്ടിൽ മുഴുവൻ ഫ്ലക്സ് ബോർഡ് വെച്ചിരുന്നത് ഞാനും മരുവനും കൂടി ഉണ്ടാക്കിയ റോഡാന്നാ. ഇപ്പൊ പറയാ, ഒരു മണിക്കൂർ മുമ്പ് പറയാണ് എനിക്ക് ഒരു റോഡും ഇല്ല, ഉണ്ടാക്കിയത് മുഴുവൻ കേന്ദ്ര സർക്കാരാണ്. ഈ ഒരു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെയും CPM-ന്റെയും പ്രചരണ ആയുധമായിരുന്നു ദേശീയപാത വികസനം. നിങ്ങൾ ആലോചിക്കണം, ദേശീയപാത വികസനം മുഴുവൻ ഇത്രയും കാലം തടസ്സപ്പെടുന്നതിൽ മുമ്പിൽ നിന്ന 2 ടീമുകളാണ്, മുമ്പിൽ നിന്നവരാണ്. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ UPA സർക്കാർ തുടങ്ങി വെച്ച ദേശീയപാത വികസനം കേരളത്തിൽ തടസ്സപ്പെടുത്താൻ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് CPM-ഉം BJP-യുമാണ്. ആ 2 കൂട്ടരും ഈ ദേശീയപാത വികസനത്തിന്റെ അവകാശവാദം ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ പ്രചരണങ്ങളും ഇപ്പൊ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. 40,000 കോടി ഉറുപ്പിക ചെലവാക്കി ഉണ്ടാക്കിയ മുതലാണ് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നത്. ഒരു ചെറിയ പയ്യൻ, നാട്ടിലെ പയ്യൻ, ഒരു പേരെന്താ, 2 വർഷം മുമ്പ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് ഇത് ഉണ്ടാക്കുന്നത് ശരിയല്ല, അത് പൊളിഞ്ഞു വീഴും. ഒരു സാധാരണക്കാരൻ, എഞ്ചിനീയർ അല്ല, ഒന്നുമല്ല, ഒരു പാവപ്പെട്ടവൻ, അവനുള്ള ബുദ്ധി പോലും ഇത് ഉണ്ടാക്കിയ എഞ്ചിനീയർമാർക്കില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയിൽ ഒരു ഫ്ലൈ ഓവർ ചെറുതായിട്ടൊരു തകരാറ് പറ്റിയപ്പോഴേക്കും അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസ് കുടുക്കി ജയിലിലിട്ട ടീമുകൾ അവിടെ അല്ലേ? അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ദേശീയപാത മുഴുവൻ തകർന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ ആരൊക്കെ ജയിലിൽ പോകണം? ഗഡ്കരിയും പിണറായി വിജയനും ഒന്നിച്ച് ജയിലിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഗഡ്കരിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ച് ജയിലിൽ പോകണ്ടേ? അതിനും എന്തു വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഈ നാട്ടിൽ. അഴിമതിയുടെ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും CPM-ഉം BJP-യും ഒറ്റക്കെട്ടാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദേശീയപാത തകർച്ച. എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നാലും ഒറ്റക്കെട്ടാണ്, ദേശീയപാതയിൽ അഴിമതി നടത്തുന്ന കാര്യത്തിലും ഒറ്റക്കെട്ടാണ്, എല്ലാ കാര്യത്തിലും സഖ്യമാണ്. CPM-BJP ബാന്ധവം അത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ധാരാളമായി ചർച്ച ചെയ്യുന്നുണ്ട്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ കണ്ടു. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കില്ല, പലതവണ സൂചിപ്പിച്ച കാര്യമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ 2 പാർട്ടികളും ചേർന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തുടർച്ചയായി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദേശീയപാത ഉണ്ടാക്കിയ സ്ഥലത്ത് എന്തുകൊണ്ട് ആ ദേശീയപാതയ്ക്ക് തകരാറ് സംഭവിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കണമായിരുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ എഞ്ചിനീയർമാരൊക്കെ പറയുന്നത്. കാരണം മഴ നനഞ്ഞിടക്കുന്ന അവിടെ പാടമാണ്, നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് വലിയ തോതിൽ മണ്ണിട്ട് കോട്ട പോലെ കെട്ടി റോഡുണ്ടാക്കിയത്. സ്വാഭാവികമായിട്ടും മഴ പെയ്ത് മണ്ണ് ഒതുങ്ങിക്കഴിഞ്ഞാൽ തകർച്ച സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് അവർ കെട്ടിയത്. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ മണ്ണിട്ട് നികത്തിയത്? ഈ നാട്ടിലെ ഒട്ടേറെ കുന്നുകൾ ഇടിച്ചു നിരത്തി അതിന്റെ മണ്ണ് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ വേണ്ടി നടത്തിയ പരിപാടിയാ. അതുകൊണ്ടാ പാലം കിട്ടാതിരുന്നത്. അതിന് പകരം മണ്ണിട്ട് റോഡ് പൊക്കിയത്. അങ്ങനെയാണ് ആ റോഡ് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസങ്ങളിൽ UDF-ന്റെ ശക്തമായ സമരത്തിന് മുൻപിൽ ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട, തർക്കവും വേണ്ട. ന്യായമായ അന്വേഷണം നടന്നാൽ മരുമകനും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞ് ജയിലിൽ പോകേണ്ട സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട്ടിൽ പിണറായി വിജയൻ ഇപ്പൊ 9 വർഷം കഴിഞ്ഞ് 10ാം വർഷത്തെ വലിയ ആഘോഷം നടത്തുകയാണ്.
10ാം വർഷത്തെ വലിയ ആഘോഷത്തിലേക്ക് കിടക്കുകയാണ്. 100 കോടി ഉറുപ്പികയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ആഘോഷത്തിന് വേണ്ടി ചെലവാക്കുന്നത്. 9ാം വർഷത്തിന്റെ ആഘോഷത്തിന് ചെലവാക്കുന്നത്. ഓരോ സ്ഥലത്തും വലിയ വലിയ ഈവന്റ് കമ്പനികളെ കൊണ്ട് വലിയ പ്രോഗ്രാമുകൾ നടത്തുന്നു. 100 കോടിയിലധികം ചെലവാക്കി ധാരാളിത്തം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ 10ാം വാർഷികാഘോഷം നടക്കുകയാണ്.